everyone, welcome to our English class. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യു നോ ദാറ്റ് ലെറ്റർ ടു ഗോഡ് എന്നുള്ള നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയാണ്. ഈ പോയത്തിൽ നമ്മൾ എങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക, അതേപോലെ റൈം സ്കീം ഓഫ് ദിസ് പോം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റൈമിംഗ് വേർഡ്സും റൈം സ്കീമും എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ദ പോം. ഫസ്റ്റ് മിസ് എന്ത് ചെയ്യും ഈ പോം ഒന്ന് വായിക്കാം. വളരെ ചെറിയ കുഞ്ഞു പോമാണ് അല്ലേ. സി നോക്കി നിങ്ങൾ, വൈറ്റ് ഷീപ്പ് അല്ലേ, ആരെയാണ് വിളിക്കുന്നത്? വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. ഇതിന്റെ മീനിങ് ഒക്കെ നമ്മൾ ഇതിന് മുൻപ് എന്താണ് പഠിച്ചിട്ടുണ്ട്, എന്താണ് ആരാണ് വൈറ്റ് ഷീപ്പും എന്താണ് ബ്ലൂ ഹിൽ എന്നൊക്കെ. സോ വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ, when the wind stops you all stand still, when the wind blows you walk away slow, white sheep where do you go. നമുക്കറിയാം ഇത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അതെല്ലാം നമ്മുടെ ഈ വീഡിയോയിലെ കോണ്ടന്റ്, നമ്മുടെ വീഡിയോയിലെ കോണ്ടന്റ് എന്താണ്, റൈമിംഗ് വേർഡ്സും റൈം സ്കീമും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മാർക്ക് ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ രണ്ട് വരികൾ നോക്കി അതിന്റെ അവസാനം വരുന്ന വാക്കുകൾ എപ്പോഴാണോ when it pronounces as same ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തെ ശബ്ദങ്ങൾ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും, റൈമിംഗ് വേർഡ്സ് ആയിട്ട് നമ്മൾ പറയും. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ഷീപ്പ് ഉണ്ട്, ഹിൽ ഉണ്ട്, സ്റ്റോപ്സ്, സ്റ്റിൽ, ബ്ലോസ്, സ്ലോ, ഷീപ്പ് ആൻഡ് ഗോ. ഇതിലെന്താ ഇതൊക്കെ ഡിഫറെന്റ് ആണ്, പക്ഷെ സം വേർഡ്സ് എന്താണ് നമുക്ക് സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ചില വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നോക്കാം നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് എന്ത് സിമിലർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഏതൊക്കെയാണ് സിമിലർ അല്ലാതെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. നോക്കിയേ നിങ്ങൾ, ഫസ്റ്റ് വൺ നമുക്ക് ഷീപ്പ് എടുക്കാം. നമ്മൾ ഈ രണ്ടെണ്ണം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് സെയിം അല്ലേ, ഷീപ്പ് ആൻഡ് ഷീപ്പ് ഇത് സെയിം വേർഡ് ആണ്. ഇതിൽ നോക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സെറ്റ്. ഓക്കെ, അടുത്ത് നിങ്ങൾ നോക്കാം, സ്റ്റോപ്സ് ആൻഡ് ബ്ലോസ്. നമ്മൾ ഈ സ്റ്റോപ്സും ബ്ലോസും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ, അതിൻ്റെ അവസാനത്തെ ശബ്ദം ഇതൊക്കെ എന്താണ് സെയിം ആണ്. അപ്പം ശരിക്കും ഇങ്ങനെ ഒരേപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, ഒരേപോലെ എൻഡ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, നമുക്ക് തോന്നും കേട്ടുള്ളൊരു സിമിലാരിറ്റി, ഒരു ചേർച്ച ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് സെക്കൻഡ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്, സ്റ്റോപ്സ് ആൻഡ് ബ്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് സെറ്റ് നമുക്ക് ഇവിടെ നോക്കാം. തേർഡ് സെറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഇറ്റ് ഈസ് ഹിൽ ആൻഡ് സ്റ്റിൽ അല്ലെ. സോ ലാസ്റ്റ് എന്താണ്, രണ്ട് വേർഡിന്റെ അവസാനത്തെ ലെറ്റേഴ്സ് എന്താണ്, എന്നുള്ള ഒരു സൗണ്ട് ആണ്. ഇവിടെ നമ്മൾ ലെറ്ററിനൊക്കെ എന്താണ് നമ്മൾ സൗണ്ടിന് ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അപ്പൊ മക്കൾ നോക്കിയേ, ഹിൽ ആൻഡ് സ്റ്റിൽ കണ്ടോ. അപ്പൊ ദിസ് ഈസ് അവർ തേർഡ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്. നൗ let's look at this, slow and go. ശരിക്കും നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം, it is slow, it's not slow. നമ്മൾ പറയുന്നത് ശരിയല്ല, it is actually slow. And second one, it is not go, that is wrong. It is എന്താണ്, go. So slow and go അതെന്താണ്, സിമിലർ അല്ലേ, അവസാനത്തല്ലേ ആ ഒരു ഓ എന്നുള്ള ഒരു ശബ്ദമാണ് എന്ത് ചെയ്യുന്നത് രണ്ട് വാക്കുകൾക്കും വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ലാസ്റ്റ് ഏതായിട്ട് വരും, നമ്മുടെ പേര് നോക്കിയേ, നമ്മുടെ സ്ലോ ആൻഡ് ഗോ ഏത് വരും, നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആയിട്ട് വരും. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ റൈമിംഗ് വേർഡ്സ്, ഷീപ്പ്, സ്റ്റോപ്സ് ആൻഡ് ബ്ലോസ്, ഹിൽ ആൻഡ് സ്റ്റിൽ ആൻഡ് സ്ലോ ആൻഡ് ഗോ. These are the rhyming words. Okay, അപ്പൊ letter to God ലെ റൈമിംഗ് വേർഡ്സ് പഠിച്ചല്ലോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് എന്താണ്, റൈം സ്കീമാണ്. റൈം സ്കീമും നമുക്കറിയാം, ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന നമ്മുടെ ജോഡിയെ നമ്മൾ എന്ത് ചെയ്യും, സെയിം ലെറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യും. അതല്ലേ, അതാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇവിടെ നോക്കാം, നമുക്കറിയാം ഷീപ്പിന് നമ്മൾ എന്താണ് എ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹിൽ, സ്റ്റോപ്പ്, സ്റ്റിൽ ഷീപ്പിനോട് മാച്ച് അല്ല. നമ്മൾ പഠിച്ചു എന്താണ് ഓൾറെഡി, ഷീപ്പ് ഇവിടെ ആണ് വരുന്നത്. സോ ദിസ് ബോത്ത് ക്യാൻ ബി എ. ഇത് രണ്ടും എന്ത് ചെയ്യും, എ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, ഹില്ലിനോട് മാച്ച് ചെയ്ത് വരുന്നത് ഏതായിരുന്നു, ഇറ്റ് വാസ് സ്റ്റിൽ. അപ്പൊ ഇവിടെ രണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബി പറഞ്ഞ് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് ഇറ്റ് ഈസ് എന്താണ്, സ്റ്റോപ്സ് ആണ് അല്ലെ. സ്റ്റോപ്സിന് നമ്മൾ എന്ത് ചെയ്യും, സി ആക്കും. സ്റ്റോപ്സിനോട് നേരത്തെ നമ്മൾ പഠിച്ച റൈമിംഗ് വേർഡ് ബ്ലോസ് ആണ്. ഓക്കെ, സ്റ്റോപ്സ് ആൻഡ് ബ്ലോസ്. അടുത്ത് നിങ്ങൾ നോക്കിയേ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ലാസ്റ്റ് വൺ ഏതാണ്, ഇറ്റ് ഈസ് സ്ലോ, ഡി അല്ലേ, ഗോ, ഡി ആണ്. അപ്പൊ നമ്മൾ റൈം സ്കീം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഇറ്റ് ഈസ് എങ്ങനെ വരും, നമുക്കിവിടെ എ നമുക്ക് നോക്കാം. നോക്കിയേ മക്കളെ, എ ബി സി ഡി എ ഡി ഇങ്ങനെ വരും ശരിക്കും എന്ത് ഇതിന്റെ റൈം സ്കീം എഴുതുന്ന സമയത്ത്. ഓക്കെ, നമുക്കൊന്നുകൂടെ സമ്മറൈസ് ചെയ്ത് എഴുതാം. ഇറ്റ് ഈസ് എ ബി
CB, CD, AD. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ പേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ വരും ABCBCD AD. അപ്പോൾ ഇങ്ങനെ എന്ത് വരും? ഇതിന്റെ റൈം സ്കീം വരും. അപ്പോൾ റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചു. എക്സാമിൽ നിങ്ങളോട് ഈ പോയത്തിൽ എക്സ്ട്രാക്ട് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് റൈം സ്കീം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ റൈം സ്കീമും റൈമിംഗ് വേർഡ്സും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ എക്സാം വരുമ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോ ആയിട്ട് മിസ് എന്ത് ചെയ്യും? ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ യു ഓൾ ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ഹോപ്പ് ദിസ് is useful to you. Thank you very much. See you soon with a new content. Bye.